ജിസിൽവ സ്വീകരണ മുറിയിലൂടെ രണ്ടു ചാൽ നടന്നു. അയാളുടെ നീക്കം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആന്റണി. അവന്റെ മുന്നിലെ ടീപ്പോയുടെ പുറത്ത് ഗ്ലാസിൽ മദ്യം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സാർ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഉദ്യോഗത്തോടെ ആന്റണി ചോദിച്ചു. പറയാം. ജിസിൽവ കസേരയിൽ അമർന്നുകൊണ്ട് മദ്യ ഗ്ലാസ് കയ്യിലെടുത്തു. ഒരെണ്ണം പിടിപ്പിക്ക്. നമ്മൾ കൂടിയിട്ട് കുറെ ആയില്ലേ. ആന്റണിയും ഒരു ഗ്ലാസ് എടുത്തു. ഡിസിൽവ മദ്യം സിപ്പ് ചെയ്തിട്ട് ഗ്ലാസ് ടീപ്പോയുടെ പുറത്ത് വെച്ചു. കാർലോസ് ഓടിച്ചിരുന്നു. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. എന്താ മുതലാളി, വിഗ്രഹം കിട്ടിയോ? ഇല്ല, അവൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിവരം അവൻ എന്നോട് പറഞ്ഞു. ഡിസിൽവ ഒന്ന് നിർത്തിയിട്ട് മദ്യ ഗ്ലാസ് കയ്യിലെടുത്തു. ആന്റണിയുടെ ദൃഷ്ടികൾ അയാളുടെ മുഖത്തേക്ക് നീണ്ടു. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന്. അവർ വിഗ്രഹങ്ങൾ വിൽക്കുന്ന കടയിൽ അന്വേഷിച്ചു ചെന്നെന്ന്. ഒരിറക്ക അകത്താക്കിയ ശേഷം ഡിസിൽവ പറഞ്ഞു. സത്യമാണോ മുതലാളി? കാർലോസ് പറഞ്ഞത് സത്യം. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിടൂ. കേസ് അന്വേഷിക്കുന്നത് CI ജയശങ്കർ തന്നെയാ. ക്രൈംബ്രാഞ്ച് CBIയും ഒന്നും ഇടപെട്ടിട്ടില്ല. അപ്പോ ആരായിരിക്കും അന്വേഷിച്ചു ചെന്നത്? അറിയില്ല. ഒന്നുറപ്പാ, പോലീസല്ല. ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരങ്ങളാണ്. ഡിസിൽവ ഗ്ലാസ് കാലിയാക്കി. വിഗ്രഹം അന്വേഷിച്ച് നടക്കുന്ന ആൾ ആരായിരിക്കും മുതലാളി? അതും നമ്മൾ അറിയാതെ വേറൊരാൾ? അത് നീ കണ്ടെത്തണം. നമുക്കിടയിൽ ആരോ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റർ അശോകവർമ്മയുടെ വീട്ടിൽ നിന്നും ഒരു വിഗ്രഹം മോഷണം പോയി. പിന്നീട് അത് തകർന്ന നിലയിൽ പോലീസ് കണ്ടെത്തി. രഹസ്യമറിയാവുന്ന ഒരാൾ കൂടി പുറത്തുണ്ടെന്ന് അർത്ഥം, അല്ലേ മുതലാളി? ഡിസിൽവ തലയിളക്കി. ആ, വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ ഒരു കൊലപാതകം നടന്നു. ചത്തത് സിനിമാ ഡയറക്ടർ നളിൻകാന്ത്. കൊന്നതാരാണെന്ന് കേട്ടാ നീ ഞെട്ടും. സ്റ്റെല്ല, സീരിയൽ നടി. ആന്റണി അറിയാതൊന്ന് ഞെട്ടി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. അവളെ പോലീസ് പിടികൂടിയില്ലേ? അതിന് അവള് രക്ഷപ്പെട്ടു. സംഭവം കണ്ടൊരു നടിയാണ് പോലീസിന് മൊഴി കൊടുത്തത്. അപ്പോ സ്റ്റെല്ല ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ? നീ സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാനോ? അതെ, കുറച്ചുനാൾ അവൾക്ക് പിന്നാലെ നടന്നതല്ലേ. ഡിസിൽവ ചിരിച്ചു. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് കാർലോസിനെ കുറിച്ചാണ്. അവൻ നമ്മുടെ മുന്നിൽ വരാതെ മാറി നിൽക്കുകയാണ്. അതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. മുതലാളി അവനെ അവിശ്വസിച്ചില്ലേ? ചിലപ്പോ അതുകൊണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ജയിലിൽ നിന്നിറങ്ങിയ ആ ഫോറസ്റ്ററെ ഏതാണ്ടൊക്കെ കാണിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് അതും നടന്നില്ല. അതുകൊണ്ട് പുതിയൊരു ജോലി കൂടി നിന്നെ ഏൽപ്പിക്കുന്നു. ഫോറസ്റ്റർ അശോക് വർമ്മ ജീവിക്കരുത്. ഇത്രയും നാൾ അവൻ ആയുസ് നീട്ടിക്കൊടുത്തത് കാർലോസിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കാർലോസിന് വേണ്ടി ഇനി സമയം കളയാനില്ലെന്ന്. ഞാൻ ഏറ്റു മുതലാളി. എങ്കി നീ പൊയ്ക്കോ, സൂക്ഷിക്കണം. ആന്റണി മുറ്റത്തിരുന്ന് ബൈക്കിൽ കയറി. മോനെ അരുൺ, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? എനിക്ക് സമയം പോകുന്നടാ. വാച്ചിൽ നോക്കിക്കൊണ്ട് ഡോക്ടർ വസുന്ധര മേനോൻ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതാ എത്തി മമ്മി. എന്തൊരു ഒരുക്കമാടാ. പെണ്ണു കാണാനല്ല പോകുന്നത്, കോളേജിലേക്കാ. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാ മമ്മി. ഒരു കാലത്ത് കോളേജിൽ പോകുന്നത് പെണ്ണു കാണാനാ. സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന അരുൺ പറഞ്ഞു. 10 മണിക്ക് ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്തതാ. എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് നീ കോളേജിലേക്ക് പൊക്കോ. 15 മിനിറ്റ് പോരെ മമ്മി? വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് അരുൺ പറഞ്ഞു. നിന്റെ സുനിതയെ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോടാ. എന്താ, രണ്ടാളും ഉടക്കിയോ? അതൊന്നുമല്ല മമ്മി. വെക്കേഷൻ സമയത്ത് അവർ ഫോറസ്റ്ററുടെ ജോലി സ്ഥലത്ത് പോയതായിരുന്നു. നീ വേഗം വാ. വസുന്ധര കാറിന്റെ ഡോർ തുറന്ന് കയറിയിരുന്നു. അരുൺ ഓടിപ്പോയി ഗേറ്റ് തുറന്നിട്ടു. പിന്നെ കാർ പുറത്തേക്ക് എടുത്തു. ഒരു വാച്ച്മാനെ വെക്കാമെന്ന് പറഞ്ഞ മമ്മി കേൾക്കില്ല. ഇപ്പൊ ആ ജോലി കൂടി ഞാൻ ചെയ്യണം. കാറിൽ നിന്നിറങ്ങി ഗേറ്റ് പൂട്ടിയിട്ട് വന്ന അരുൺ പറഞ്ഞു. വസുന്ധര പുഞ്ചിരിച്ചതേ ഉള്ളൂ. നിന്റെ പപ്പ ഉണ്ടായിരുന്ന കാലത്തും വാച്ച്മാനെ വെച്ചിരുന്നില്ല. പപ്പായ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഏർപ്പാടാണത്. അത് എത്ര വർഷം മുമ്പാണ് മമ്മി. ഇപ്പൊ കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സ്വർണം മുഴുവൻ ബാങ്ക് ലോക്കറിലാണെന്ന് നിനക്കറിയാമല്ലോ. അതിനെ എടുക്കുന്നത് നിന്റെ ഭാര്യ നമ്മുടെ വീട്ടിൽ വലതുകാലി വെച്ച് കയറി വരുന്ന അന്നായിരിക്കും. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. വലതുകാല്, അതൊക്കെ പഴഞ്ചൻ ചടങ്ങുകളാ മമ്മി. നീ പോടാ. ഞാൻ ഒന്നും പറയുന്നില്ല. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ അരുൺ കാർ നിർത്തി. 3 മണിക്ക് നീ വരില്ലേ? കാറിൽ നിന്നിറങ്ങിയ വസുന്ധര ചോദിച്ചു. വരാം, വൈകിയാൽ ഞാൻ മമ്മിയെ വിളിക്കാം. ശരി മോനെ.
അരുൺ കാറ് മുന്നോട്ടെടുത്തു. ആകാശം മൂടിക്കെട്ടി നിന്നിരുന്നു. കോളേജ് ക്യാമ്പസിലെ മരച്ചോട്ടിൽ അരുൺ കാർ നിർത്തിയിറങ്ങി. അവനെ കണ്ടുകൊണ്ട് സന്ദീപ് അങ്ങോട്ട് വന്നു. എന്താടാ പതിവില്ലാതെ? നിന്റെ കക്ഷി വന്നിട്ടുണ്ട്. സുനിതയോ? എവിടെ? നിമ്മയുടെയും നീതുവിന്റെ കൂടെ അവിടെ നിപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല, നീ പോയി ചോദിക്ക്. അരുൺ പെൺകുട്ടികൾക്ക് ഓടി നിൽക്കുന്നിടത്തേക്ക് ചെന്നു. മഴ പതുക്കെ ചാറാൻ തുടങ്ങി. ചാറ്റൽ മഴയത്ത് ഒരു ബൈക്ക് വന്ന് ഡോക്ടർ വസുന്ധര മേനോന്റെ ഗേറ്റിൽ നിന്നു. അയാൾ തൊപ്പിയും മഴക്കോട്ടും ധരിച്ചിട്ടുണ്ടായിരുന്നു. മഴയുടെ ശക്തി കൂടി. അയാൾ ചുറ്റുപാട് നോക്കിയത് ശേഷം ഗേറ്റ് ചാടി കോമ്പൗണ്ടിനുള്ളിൽ കടന്നു. ഗാർഡനിലൂടെ മുന്നോട്ട് നടന്നു. മുൻവാതിലിൽ എത്തിയിട്ട് ചുറ്റും നോക്കി. പിന്നെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽക്കൂട്ടം പുറത്തെടുത്തു. അതിൽ നിന്ന് താക്കോലുകൾ മാറി മാറി പൂട്ടിലിട്ട് തിരിച്ചു. ഒടുവിൽ അയാൾ വിജയിച്ചു. വാതിൽ പതുക്കെ തുറന്ന് അകത്തു കയറി. സ്വീകരണ മുറിയിലും ഡൈനിങ് ഹാളിലും അയാൾ എന്തോ തിരഞ്ഞു നടന്നു. ഒടുവിൽ അപ്സ്റ്റെയറിലേക്ക് പോയി. അരുണിന്റെ മുറിയുടെ വാതിൽ തുറന്ന് കയറി നോക്കി. പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പൂജാമുറി കണ്ടു. അതിനകത്തേക്ക് കയറി. അവന്റെ കണ്ണുകൾ വിടർന്നു. മേശപ്പുറത്ത് കൃഷ്ണഭഗവാന്റെ വിഗ്രഹം. അയാൾ ഒറ്റ കുതിപ്പിൽ വിഗ്രഹം കൈക്കലാക്കി. പിന്നെ വേഗത്തിൽ പുറത്തേക്ക് കടന്നു. സ്വീകരണ മുറിയിൽ വെച്ച് അയാൾ വിഗ്രഹം അടിച്ചു തകർത്തു. ഛേ! നിരാശയോടെ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അയാൾ പുറത്തേക്ക് കുതിച്ചു. ഡോക്ടർ വസുന്ധര മേനോന്റെ ഫോണ് വന്നപ്പോൾ CI ജയശങ്കറിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇനിയും ഇതുപോലുള്ള ഫോൺ കോളുകൾ വരുമെന്ന് അദ്ദേഹം HCനോട് പറഞ്ഞു. വണ്ടി ഇറക്കടൂ. മഴയത്ത് മനസമാധാനത്തോടെ ഇരിക്കാനും കഴിയില്ല. പിറുപിറുത്തുകൊണ്ട് ജയശങ്കർ എണീറ്റു. ആരായിരിക്കും സാറേ കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹങ്ങൾ തറക്കുന്നത്? HC തിരക്കി. എനിക്കറിയാമെങ്കിൽ അവനെ ഞാൻ പണ്ടേ പിടിച്ച് അകത്തിടില്ലായിരുന്നടോ, ദേഷ്യത്തോടെ ജയശങ്കർ പറഞ്ഞു. വസുന്ധര മേനോന്റെ പോർച്ചിൽ ജീപ്പ് നിന്നു. തലയ്ക്ക് മുകളിൽ കൈത്തലം പിടിച്ചുകൊണ്ട് CI ജയശങ്കർ ജീപ്പിൽ നിന്നിറങ്ങി. പോലീസ് പാർട്ടിയെ കണ്ട് വസുന്ധരയും അരുണും ഇറങ്ങി വന്നു. വേറെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ മാഡം? ജയശങ്കർ ചോദിച്ചു. ഇല്ല സർ, പൂജാമുറിയിലിരുന്ന ഭഗവാന്റെ വിഗ്രഹം ഇവിടെ തല്ലി തകർത്തിട്ടിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. ആ കള്ളനെ എനിക്കറിയാം. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ നടക്കുന്നവനാണ് അവൻ. അകത്തേക്ക് കയറുന്നതിനിടയിൽ ജയശങ്കർ പറഞ്ഞു. മാഡം, ഈ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത്. ഷോക്കേസിലൂടെ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് CI പറഞ്ഞു. ഇത് വളരെ വിചിത്രമായ ഒരു കേസാണല്ലോ സർ. അത് നിങ്ങൾക്കല്ലേ മാഡം. അതിന് പിന്നിലെ മോട്ടീവ് അറിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെന്താണ് സർ? തൽക്കാലം പറയാൻ നിവൃത്തിയില്ല മാഡം. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തന്നേക്കൂ. വേറൊന്നും മോഷണം പോകാത്ത സ്ഥിതിക്ക് കേസ് ചാർജ് ചെയ്യണോ? വേണ്ട സർ, വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കേസിന്റെ പിന്നാലെ നടക്കാൻ ഒട്ടും സമയമില്ല. മാഡത്തിന്റെ ഇഷ്ടം. സർ, ഒരു കോൺസ്റ്റബിൾ പൊട്ടിത്തകർന്ന വിഗ്രഹത്തിന്റെ ഭാഗങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നു. അത് വെറും പ്ലാസ്റ്റർ ഓഫ് പാരിസാടോ, കൊണ്ടുപോയി കളയേ. അത് കേട്ട് കോൺസ്റ്റബിൾ CIയെ അമ്പരപ്പോടെ നോക്കി. രാത്രി ബൈക്ക് ഓടിക്കുമ്പോൾ ആന്റണി ചിന്തിച്ചത് രണ്ടു കാര്യങ്ങളാണ്. വിഗ്രഹങ്ങൾ തേടി നടക്കുന്ന മൂന്നാമൻ ആരാണ്? സ്റ്റെല്ല ഇത്രയും നാൾ എവിടെയായിരുന്നു? എത്ര ആലോചിച്ചിട്ടും ആദ്യത്തെ ചോദ്യത്തിന് ആന്റണിക്ക് ഉത്തരം ലഭിച്ചില്ല. സ്റ്റെല്ല എപ്പോഴെങ്കിലും തന്റെ മുന്നിൽ വന്നുവിടുമെന്ന് അവൻ ഓർത്തു. തന്നോട് അവൾക്ക് എന്തോ ഒരു ഇതുണ്ടായിരുന്നു. കഥകളൊക്കെ പറയാമെന്ന് ഒരിക്കൽ പറയുകയും ചെയ്തതാണ്. ഇടയ്ക്കൊരു ടാങ്കർ ലോറി കടന്നുപോയപ്പോൾ ആന്റണിയുടെ ചിന്ത മുറിഞ്ഞു. അശോക് വർമ്മ വീട്ടിനുള്ളിൽ അറസ്റ്റിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 പെൺമക്കളും ഭാര്യയ്ക്കും ഒപ്പമാണ് അയാളുടെ താമസം. ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ല. വീട്ടിൽ കയറി ആക്രമിക്കുന്നത് ബുദ്ധിയല്ല, ആന്റണി വിചാരിച്ചു. വിഗ്രഹത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ ദിവസം 3-4 വിഗ്രഹങ്ങൾ വാങ്ങിച്ച് വെറുതെ തന്റെ പൈസ പോയത് അവൻ ഓർത്തു. ആ വിഗ്രഹം കയ്യിൽ കിട്ടുന്ന ഭാഗ്യവാൻ ആരായിരിക്കും? അപ്പോൾ ബൈക്കിന് മുമ്പിലേക്ക് ഒരു സ്ത്രീ ചാടി. ആന്റണി ബ്രേക്ക് ചവിട്ടി. ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ അവളെ കണ്ട ആന്റണി ഞെട്ടിപ്പോയി. സ്റ്റെല്ല! ആന്റണിയുടെ അധരം മന്ത്രിച്ചു. അവൻ ബൈക്കിൽ നിന്ന് പുറത്തിറങ്ങി. സ്റ്റെല്ല അവനെ ഗൗനിക്കാതെ മുമ്പോട്ട് നടന്നു. സ്റ്റെല്ല, നിൽക്ക്, ഞാൻ ആന്റണിയാണ്. ഏത് ആന്റണി? എനിക്ക് ആരെയും പരിചയമില്ല. അവൾ തല വെട്ടിച്ചു. നിൽക്ക്, പറയുന്നത് കേൾക്ക്. ആന്റണി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. സ്റ്റെല്ലയുടെ ഭാവം മാറിയത് ആന്റണി കണ്ടില്ല. അവൾ പെട്ടെന്ന് നിന്നു. എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ നീ? ഇഗ്നേഷ്യസിന്റെ കൂട്ടുകാരൻ ആന്റണിയെ നീ ഓർമ്മിക്കുന്നില്ലേ? ഓ ആന്റണി, ഇരുട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല.
അവൾ ചിരിച്ചു. നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറയാൻ ഈ രാത്രി പോരാ ആന്റണി. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെ നിൽക്കുന്നത് അപകടമാ. നിന്നെ പോലീസ് തേടുന്നുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ആന്റണി പറഞ്ഞു. എനിക്കറിയാം. താമസിക്കാൻ ഒരിടം എനിക്കും ആവശ്യമാണ്. സ്റ്റെല്ല പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് വരാൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യയും മകനും വൃദ്ധയായ അമ്മയും. ആരെങ്കിലും സംശയിക്കുമോ? സംശയിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ബൈക്കിലോട്ട് കയറിക്കോ. ശരി ആന്റണി. സ്റ്റെല്ല ബൈക്കിന് പിന്നിൽ കയറി. പോകാം. ആന്റണി ബൈക്ക് മുന്നോട്ടെടുത്തു. ഈ രാത്രിയിൽ ധൃതിയിൽ എങ്ങോട്ടായിരുന്നു? വീട്ടിലേക്ക് തന്നെ. മുതലാളി ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. അതിന്റെ കാര്യത്തിന് വേണ്ടി പോയതാ. അവളുടെ ഭാവം മാറിയത് ആന്റണി അറിഞ്ഞില്ല. നിമിഷങ്ങൾ കഴിഞ്ഞതും ബൈക്ക് കടൽ തീരത്തെത്തി. ഭാര്യ ഉറങ്ങിക്കാണും അല്ലേ ആന്റണി? ഞാൻ ചെന്നിട്ടേ അവൾ ഉറങ്ങും. എത്ര നല്ല ഭാര്യ. ഇടത്തരം വീടിന്റെ മുന്നിൽ ആന്റണി ബൈക്ക് നിർത്തി. അതിന്റെ തിണ്ണയിൽ ഒരു റാന്തൽ വിളക്ക് മുണിഞ്ഞു കത്തുന്നുണ്ട്. ബൈക്കിന്റെ ശബ്ദം കേട്ട് ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതാ എന്റെ ഭാര്യ കത്രീന. ആന്റണി മന്ത്രിച്ചു. ആന്റണിയും സ്റ്റെല്ലയും ബൈക്കിൽ നിന്നിറങ്ങുന്നത് മഴക്കോട്ടും തൊപ്പിയും ധരിച്ച ഒരാൾ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അയാളായിരുന്നു ഫോറസ്റ്റർ അശോക് വർമ്മയുടെയും ഡോക്ടർ വസുന്ധര മേനോന്റെയും വീട്ടിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം മോഷ്ടിച്ചത്. പഴയ മാറ്റഡോറിന്റെ വാൻ കാട്ടുവഴിയിലൂടെ ആമയെ പോലെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴവെള്ളം കെട്ടിക്കിടന്നിരുന്നു. അയ്യപ്പാ, ഒന്ന് കത്തിച്ചു വിട്. അക്ക ഉറങ്ങുന്നതിന് മുമ്പ് എത്തണം. ഇപ്പൊ തന്നെ 10 മണിയായി, കാർലോസ് പറഞ്ഞു. എന്റെ അണ്ണ, റോഡ് വളരെ മോശം. വണ്ടിയും പഴയത്. ഇത്രയും സ്പീഡേ ഉള്ളൂ. അയ്യപ്പൻ ചിരിച്ചപ്പോൾ ഇരുളിൽ പല്ലിന്റെ വെളുപ്പ് നിറം കാർലോസ് കണ്ടു. നമ്മൾ പരിചയപ്പെട്ടത് അക്കയുടെ വീട്ടിലെ വെച്ചാണ്. അതുകൊണ്ട് പോലീസ് തേടി കാട്ടിൽ വന്നപ്പോ എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു താവളവും അയ്യപ്പൻ ഒരുക്കി തന്നു. അതിന് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അണ്ണൻ അല്പം ഓവറാ, വണ്ടി ഓടിക്കുന്നതിനിടയിൽ അയ്യപ്പൻ പറഞ്ഞു. കോടമഞ്ഞിറങ്ങാൻ തുടങ്ങി. റോഡും കാണുന്നില്ല, കോപ്പ്. അയ്യപ്പൻ പെറുപെറുത്തു. പഴനിയപ്പൻ പിന്നിലിരുന്ന് മാറ്റുചാരാൻ വരുന്ന കണ്ണാസിന്റെ പുറത്ത് താളം പിടിച്ച് ഒരു തമിഴ് പാട്ട് പാടിക്കൊണ്ടിരുന്നു. തങ്കരാജും ഭദ്രനും ചാരിയിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഭദ്രന്റെ കൂർക്കവലി ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു കേൾക്കാമായിരുന്നു. മതിയടാ പാട്ട്. പാതിരാത്രി അവന്റെ അമ്മയുടെ പാട്ട്. കാർലോസ് ഒച്ചയിട്ടതും പഴനിയപ്പൻ പാട്ട് നിർത്തി. അവന്റെ വായിലോട്ട് കാലിക്കുപ്പി ഒരെണ്ണെടുത്ത് തള്ളിവെക്ക്. ഒടുക്കത്തെ കൂർക്കവലി. പിന്നിലേക്ക് നോക്കിക്കൊണ്ട് കാർലോസ് പറഞ്ഞു. എടാ ഭദ്ര. പഴനി ഭദ്രനെ കുലുക്കി വിളിച്ചു. നമ്മൾ എത്തിയോ? ഭദ്രൻ കണ്ണു നിരുമി എണീറ്റിരുന്നു. അണ്ണൻ ഇത്തിരി ഓവറാ, പഴനി മന്ത്രിച്ചു. വാണിന് കുറുകെ ഒരു കാട്ടുമുഴയിൽ ഓടിപ്പോയി. വണ്ടി കയറ്റിവിട അയ്യപ്പ. വാറ്റിന്റെ കൂടെ പൊരിച്ചടിക്കാൻ ബെസ്റ്റാ. അത് പോയി അണ്ണ. നീ ഏത് കോപ്പിലെ ഡ്രൈവറാടാ? ഇങ്ങോട്ട് താ സ്റ്റിയറിംഗ്, ഞാൻ ഓടിക്കാം. വേണ്ടണ്ണ, നമ്മൾ ഗോമതി അക്കന്റെ വീടെത്തി. എത്തിയോ? എന്നാ നിർത്ത്, ഇറങ്ങാം. അയ്യപ്പൻ ഗോമതിയുടെ വീടിന് സമീപം കാട്ടിറമ്പിൽ വാൻ നിർത്തി. ഇറങ്ങി വാടാ. കാർലോസ് പുറത്തിറങ്ങി എല്ലാവരെയും ഉച്ചത്തിൽ വിളിച്ചു. അണ്ണാ, ശബ്ദമുണ്ടാക്കാതെ. ചിലപ്പോ ഫോറസ്റ്റുകാരും എസ്ഐസുകാരും ഇവിടെ എവിടെയെങ്കിലും കാണും, തങ്കരാജ് പറഞ്ഞു. കാർലോസ് നിശബ്ദനായി. അവൻ വീട്ടിലേക്ക് കയറി. എന്താ ഇത്ര താമസിച്ചത്? നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഗോമതി തിരക്കി. വഴിക്ക് വാനിന്റെ ടയർ പഞ്ചറായി, അയ്യപ്പൻ പറഞ്ഞു. എന്റെ പിള്ളേരെല്ലാം കിടന്നു. ഇനി നിങ്ങൾ തന്നെ ലോഡ് വാനിൽ കയറ്റേണ്ടി വരും. അത് സാരമില്ലക്ക, ആളുണ്ടല്ലോ. എങ്കിൽ വന്നോളൂ. ഗോമതി അവരെ രഹസ്യ അറയിലേക്ക് കൊണ്ടുപോയി. അവിടെ ബാരലുകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന നാടൻ ചാരായം അവർ കണ്ടു. എത്ര വേണം അയ്യപ്പ? തൽക്കാലം 50 മതി. ഓണമല്ലേ വരുന്നത്, ഒരു 50 കൂടി വേണ്ടിവരും. അടുത്ത ആഴ്ച തരാം. എന്നാൽ കന്നാസ് എടുത്ത് വാനിലേക്ക് വെച്ചോ, വേഗം വേണം. ഗോമതിയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ചേർന്ന് ബാരലുകൾ വാനിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നു. കാർലോസ് ഒരു സോഫയിൽ ചുരുണ്ടുകൂടി കിടന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി. ബാരലുകൾ മുഴുവൻ വാനിൽ കയറ്റി കഴിഞ്ഞു. പെട്ടെന്ന് 3 ടാറ്റ സുമോ ജീപ്പുകൾ വാനിന് സമീപത്ത് നിന്നു. അതിൽ നിന്ന് കാക്കിധാരികൾ ചാടി ഇറങ്ങുന്നത് കണ്ട് ഭദ്രനും പഴയും ഓടി. അണ്ണാ, പോലീസ്! അവർ വിളിച്ചു കൂവി. തോക്കുധാരികളായ പോലീസുകാർ അവരെ വളഞ്ഞു. പോലീസിനൊപ്പം എക്സൈസുകാരും ഉണ്ടായിരുന്നു. പോലീസ് എന്ന് കേട്ട കാർലോസ് കാട്ടിലൂടെ ശരം പോലെ കുതിച്ചു പാഞ്ഞു. ഗോമതിയെയും അയ്യപ്പനെയും കാർലോസിന്റെ ശിങ്കിടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
ചാരാങ്ങ കയറ്റിയ വാനും കസ്റ്റഡിയിലെടുത്തു. കള്ള റാസ്കൽ, കാർലോസ് രക്ഷപ്പെട്ടു. അശോക് വർമ്മയോട് CI ജയശങ്കർ പറഞ്ഞു. നിങ്ങൾക്ക് കാട്ടിനുള്ളിൽ അരിച്ചു പെറുക്കാൻ മേലായിരുന്നോ? അവനെ കിട്ടുമായിരുന്നല്ലോ. എങ്കിൽ മനസമാധാനത്തോടെ കിടന്നുറങ്ങുമായിരുന്നു. അവന്റെ വേരുകളറ്റ സ്ഥിതിക്ക് എത്ര വേഗം നമ്മുടെ വലയിൽ വീഴുമിടോ വർമ്മേ. തായ് വേരറുക്കാതെ അവനെ നമുക്ക് കിട്ടില്ലടോ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? താൻ വിചാരിച്ചത് തന്നെ. ആര്? ഡിസിൽവയോ? അതെ, അവനാണ് കാർലോസിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി. അത് എനിക്കറിയാമടോ. പക്ഷെ തെളിവുകളില്ലാതെ അയാളെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. തെളിവുകൾ ഉണ്ടാക്കാമടോ. വർമ്മയുടെ കണ്ണുകൾ കുറുകി. രാവിലെ കത്രീനെ വിളിക്കുന്നത് കേട്ടാണ് സ്റ്റെല്ല കണ്ണു തുറന്നത്. പെട്ടെന്ന് താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചേച്ചി, ചായ. സ്റ്റെല്ല കട്ടിലിൽ എണീറ്റിരുന്നു. മെല്ലിച്ച് എല്ലുന്തിയ ഒരു പേക്കോലം മുമ്പിൽ നിൽക്കുന്നു. ആന്റണിയുടെ ഭാര്യ കത്രീന. ആന്റണിയോടെ? ചായ വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു. വെളുപ്പിന് പുറത്തേക്ക് പോയി. അവളുടെ കണ്ണുകളിലെ ദൈന്യത സ്റ്റെല്ല കണ്ടു. മോൻ എണീറ്റില്ലേ? ഇല്ല ചേച്ചി. അമ്മയുടെ? കിടപ്പ, 1 വർഷമായി. എന്തു പറ്റിയതാ? വീണതാ, നട്ടെല്ലിന കുഴപ്പം. വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ എണീറ്റ് നടന്നേനെ. പക്ഷെ അതിന് എവിടെയാ ചേച്ചി പണം? നിത്യചെലവുകൾ നടത്താൻ തന്നെ പ്രയാസമാ. അപ്പോ ആന്റണിക്ക് കിട്ടുന്ന പണമൊക്കെ അവൻ എന്ത് ചെയ്യുക? അങ്ങേർക്ക് കുടിക്കാനും ചീട്ട് കളിക്കാനും വേറെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുവാനുമേ തികയത്തുള്ളൂ ചേച്ചി. കത്രീനയുടെ കണ്ണു നിറഞ്ഞു. ഞാൻ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ? അയ്യോ, ഒരിക്കലും ഇല്ല ചേച്ചി. ഇച്ചാന്റെ അമ്മയുടെ അനുജത്തിയുടെ മോളല്ലേ ചേച്ചി. ആദ്യമായിട്ടല്ലേ ചേച്ചി ഇവിടെ വരുന്നത്. കള്ളന്മാര് ചേച്ചിയെ എവിടെ വെച്ച് ആക്രമിച്ചത്? കള്ളന്മാരോ? സ്റ്റെല്ല ഒന്ന് പകച്ചു. അതെ, ഇച്ചായൻ പറഞ്ഞു ചേച്ചിയുടെ ബാഗൊക്കെ അവര് കൊണ്ടുപോയെന്ന്. ഓ, കള്ളന്മാര്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുമ്പോഴാ. ആന്റണി നട്ടാൽ കുറുക്കാത്ത കള്ളമാണ് കത്രീനയോട് പറഞ്ഞിരിക്കുന്നതെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. ചേച്ചിക്ക് മാറ്റിയെടുക്കാൻ എന്റെ സാരി തരാം. സ്റ്റെല്ല പേഴ്സ് തുറന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് കത്രീനയ്ക്ക് നീട്ടി. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവരുത്. അത് വാങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സ്റ്റെല്ല പകലെങ്ങും പുറത്തിറങ്ങിയില്ല. കത്രീന അടുത്തുള്ള പെണ്ണുങ്ങളോടെല്ലാം സ്റ്റെല്ലയെ കുറിച്ച് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉച്ചയായപ്പോഴാണ് ആന്റണി കയറി വന്നത്. ഇച്ചായൻ എവിടെയായിരുന്നു? അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. ചോറെടുക്കട്ടെ? ചേച്ചിയും കഴിച്ചില്ല. നല്ല വിശപ്പ്, എടുത്തോ. വിഭവസമൃദ്ധമായ സദ്യ തന്നെ കത്രീന വിളമ്പി. അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളുകളായിരുന്നുവെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. സാധനങ്ങൾ വാങ്ങിക്കാൻ പണം എവിടുന്ന് കിട്ടിയടി? ആന്റണി ദേഷ്യപ്പെട്ടു. ചൂടാകണ്ട ആന്റണി, ഞാൻ കൊടുത്തു. സ്റ്റെല്ല പറഞ്ഞു. സ്റ്റെല്ല, അത് ഒന്നും പറയണ്ട. സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കാത്ത നീ എന്ത് മനുഷ്യനാടാ? സ്റ്റെല്ല രോഷം കൊണ്ടു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. ആന്റണിയുടെ തല കുനിഞ്ഞുപോയി. ഊണിന് ശേഷം ആന്റണി സ്റ്റെല്ലയുടെ അടുത്തേക്ക് ചെന്നു. കത്രീനയും കുഞ്ഞും മുറ്റത്തായിരുന്നു. എന്താ ആന്റണി? പത്രത്തിലൊക്കെ സ്റ്റെല്ലയുടെ ഫോട്ടോ ഉണ്ട്. സൂക്ഷിക്കണം, പുറത്തിറങ്ങണ്ട. പിന്നെ ഇന്ന് രാത്രി എനിക്കൊരു ജോലിയുണ്ട്. ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന പണി. ആരെയാണ് കൊല്ലാൻ പോകുന്നത്? ഫോറസ്റ്റർ അശോക് വർമ്മയെ. അയാൾ രാത്രി ടൗണിലേക്ക് വരുമെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കൊല്ലാനാ പരിപാടി? അവന്റെ കാറിൽ ലോറി ഇടിപ്പിച്ച്. വെരി ഗുഡ്. സ്റ്റെല്ലയുടെ കണ്ണുകൾ ജ്വലിച്ചു. രാത്രിയായതോടെ ആന്റണി ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി. കത്രീനയ്ക്ക് ഉറക്കം വന്നില്ല. സത്യത്തിൽ സ്റ്റെല്ല ചേച്ചി ആരാണ്? ഇച്ചായനും ചേച്ചിയും തമ്മിൽ എന്താണ് ഒരു രഹസ്യം? അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സ്റ്റെല്ലയുടെ മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. കത്രീന എണീറ്റ് അങ്ങോട്ട് ചെന്നു. സ്റ്റെല്ല കട്ടിലിൽ മലർന്നു കിടപ്പുണ്ട്. ചേച്ചി, ചേച്ചി! കത്രീന വിളിച്ചു. അനക്കമില്ല. അവൾ തൊട്ടുനോക്കി. സ്റ്റെല്ലയുടെ ശരീരം തണുത്ത് വിറങ്ങലിച്ചിരുന്നു. ഹോട്ടൽ ക്രസന്റിലെ പാർട്ടി കഴിഞ്ഞപ്പോൾ സമയം 11 അശോക് വർമ്മയും മകളും തിടുക്കപ്പെട്ട് പുറത്തു നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കയറി. മമ്മി ഇപ്പൊ 4ാമത്തെ തവണയാണ് വിളിക്കുന്നത്. കോൾ കട്ട് ചെയ്തുകൊണ്ട് വർമ്മ പറഞ്ഞു. മമ്മിക്ക് വല്ലാത്ത പേടിയാ പപ്പ, അതുകൊണ്ടാ. സുഷമ പപ്പയെ നോക്കി. അങ്ങനെ പേടിച്ചൊന്നും വീട്ടിലിരിക്കാൻ പറ്റുമോ മോളെ? വിധി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ. കാർ ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. ഈ ചന്ദ്രശേഖരൻ പപ്പയുടെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ക്ലാസ്മേറ്റാ. ഇപ്പോ കസ്റ്റംസിൽ ജോലി ചെയ്യുന്നു.
നേരത്തെ ആയിരുന്നെങ്കിൽ പപ്പയുടെ കൂട്ടുകാരന്റെ മോനെ നമുക്ക് ചേച്ചിക്ക് വേണ്ടി ആലോചിക്കാമായിരുന്നു. ഞാനത് ചന്ദ്രശേഖരനുമായി സംസാരിച്ച കാര്യമാ മോളെ. ആനന്ദിന്റെ മുറപ്പെണ്ണ ഇന്ദു. ചെറുപ്പത്തിലെ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു അവരുടെ വിവാഹം. എങ്കി പറഞ്ഞിട്ട് കാര്യമില്ല പപ്പ. ദീർഘനിശ്വാസത്തോടെ സുഷമ പറഞ്ഞു. ഇതിനേക്കാളും നല്ലൊരു ചെറുക്കനുമായി ചേച്ചിയുടെ കല്യാണം നടത്തണം. വർമ്മ പറഞ്ഞതിന് സുഷമ മറുപടി പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ ചേച്ചിയും അരുണും തമ്മിലുള്ള ബന്ധമായിരുന്നു. പപ്പ അറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തന്നെയാണ് ചേച്ചിയുടെ വിശ്വാസം. സുഷമ ഓർത്തു. കാർ മെയിൻ റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് മുന്നിൽ ഒരു ടിപ്പർ ലോറി. വർമ്മയ്ക്ക് ബ്രേക്ക് ചവിട്ടാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് പാഞ്ഞു വന്ന ലോറി കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇരുളിൽ ചോര മരവിപ്പിക്കുന്ന ആർത്തനാദം മുഴങ്ങി. ടിപ്പർ ലോറി പിന്നോട്ടെടുത്ത് ആന്റണി കാറിലേക്ക് നോക്കി. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാറിലുണ്ടായിരുന്നവർ മരിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായി. അവൻ ലോറി ഓടിച്ചുപോയി. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ശ്രീലതയും മക്കളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അശോക് വർമ്മയുടെ നില ഗുരുതരമാണ്, ഒന്നും പറയാൻ പറ്റില്ല, ഡോക്ടർമാർ പറഞ്ഞു. സുഷമ മരിച്ചു കഴിഞ്ഞിരുന്നു. സുഷമയുടെ മരണവിവരം രാവിലെ പറയാമെന്ന് ഡോക്ടർ തീരുമാനിച്ചു. ഡോക്ടർ രവിചന്ദ്രൻ വർമ്മയുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു. ആ വാർത്ത ശ്രീലതയോട് പറയാൻ അയാൾക്ക് കഴിയില്ലെന്നായിരുന്നു സത്യം. അശോക് വർമ്മയെ ഓപ്പറേഷന് ശേഷം ICUയിലേക്ക് മാറ്റി. ആശയ്ക്ക് വകയുണ്ടെന്ന വിവരം ശ്രീലതയ്ക്ക് തെല്ലൊരാശ്വാസം ലഭിച്ചു. താൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് തന്റെ ഭർത്താവും മക്കളും അനുഭവിക്കുന്നതെന്ന് ആ പാവം വിശ്വസിച്ചു. അറിയാവുന്ന ക്ഷേത്രങ്ങളിലേക്കെല്ലാം നേർച്ച നേർന്നു. ആശയേട്ടനും മോൾക്കും വേണ്ടി. സുഷമയുടെ മുറിയിലിരുന്ന നഴ്സ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പക്ഷേ ആരെയും കാണാതെ അവൾ അമ്പരന്നു. തന്റെ തോന്നലായിരിക്കും. മുറിക്കുള്ളിൽ നേരിയ കാറ്റ് വീശുന്നത് പോലെ ഒരനുഭവം അവൾക്കുണ്ടായി. AC-യുടെ കുളിർമയായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. ഒരു നിഴൽ രൂപം സുഷമയുടെ ബെഡിലേക്ക് കിടക്കുന്നത് നഴ്സ് കണ്ടില്ല. നിമിഷങ്ങൾ. സുഷമയുടെ ഹാർട്ട് മിടിക്കുവാൻ തുടങ്ങി. കൈകാലുകൾ ചലിച്ചു. അവർ മെല്ലെ കണ്ണു തുറന്നു. അമ്മേ! ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ നഴ്സിനെ കണ്ട് സുഷമ പുഞ്ചിരിച്ചു. അയ്യോ ഡോക്ടർ! നഴ്സ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. നിമിഷങ്ങൾക്കകം ഡോക്ടർ രവിചന്ദ്രനും സംഘവും പാഞ്ഞെത്തി. അവർ സുഷമയെ പരിശോധിച്ചു. അത്ഭുതം, യാതൊരു കുഴപ്പവുമില്ല. സാധാരണ മനുഷ്യന്റേതുപോലെ പൾസുകളെല്ലാം നോർമൽ. മൈ ഗോഡ്, ഇത് വല്ലാത്തൊരു മിറാക്കിൾ തന്നെ. ഡോക്ടർമാർക്ക് അമ്പരപ്പും അത്ഭുതവും അടക്കാനായില്ല. മെഡിക്കൽ സയൻസിൽ ഇത്തരമൊരു അനുഭവം ഒരു പക്ഷേ ഇതാദ്യമായിരിക്കും. ഹാർട്ട് ബീറ്റും പൾസും എല്ലാം നിലച്ച് മരിച്ച ഒരു രോഗി ജീവിച്ചെന്ന് പറഞ്ഞ അത്ഭുതമല്ലാതെ പിന്നെന്താണ്? ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഷമ പുഞ്ചിരിച്ചു. ഇല്ല, മോക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ വീട്ടിൽ പോകാം. എനിക്ക് മമ്മി ഒന്ന് കാണണം ഡോക്ടർ. പിന്നെന്താ സിസ്റ്റർ, സുഷമയുടെ മമ്മിയെയും സഹോദരിമാരെയും വിളിച്ചോളൂ. ഡോക്ടർ പുറത്തേക്ക് പോയി. മോളെ! ശ്രീലത ഓടി വന്നു. മമ്മി, എന്റെ മമ്മി! സുഷമ ലതയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടി. ഞാൻ മമ്മിയുടെ ശ്യാമമോളാണ് മമ്മി. തേങ്ങലിനിടയിൽ അവൾ പറഞ്ഞു. ശ്രീലത അമ്പരപ്പോടെ സുഷമയെ നോക്കി. നീ എന്താ മോളെ പറഞ്ഞത്? ശ്യാമമോളാണെന്ന്. ശ്യാമമോളോ? അതാരാ? ഞാൻ തന്നെ. സുഷമ പുഞ്ചിരിച്ചു. മോളെ! ഡോക്ടർ രവിചന്ദ്രൻ വന്ന് സുഷമയെ പരിശോധിച്ചു. പേടിക്കാനൊന്നുമില്ല. ആക്സിഡന്റിൽ തല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും. അതാ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. കുറവില്ലെങ്കിൽ നമുക്ക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കാം. ചേച്ചി വിഷമിക്കേണ്ട, ഡോക്ടർ പറഞ്ഞു. നേരം പുലർന്നു കഴിഞ്ഞപ്പോഴാണ് ആന്റണി വീട്ടിലെത്തിയത്. ദൂരെ നിന്നേ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ട് അയാൾ പേടിച്ചുപോയി. എന്താ സ്റ്റീഫൻ പ്രശ്നം? എതിരെ വന്ന പരിചയക്കാരോട് തിരക്കി. ആന്റണി, നിന്റെ വീട്ടിൽ വന്ന ആ സ്ത്രീ മരിച്ചടാ. ആന്റണി ഞെട്ടിപ്പോയി. എങ്ങനെയാടാ? അറിയില്ല. കത്രീന ചെന്ന് നോക്കുമ്പോ മരിച്ചു കിടക്കുന്നു. ദൈവമേ, പുലുവാലായല്ലോ. പോലീസ് തേടുന്ന സ്ത്രീ സ്റ്റെല്ല. ആന്റണി പുലമ്പി. നീ എന്താടാ പറഞ്ഞത്? ഒന്നുമില്ല. ആന്റണി വീട്ടിലേക്ക് ഓടി. പിച്ചായ, ചേച്ചി! കത്രീന പൊട്ടിക്കരഞ്ഞു. പോലീസിൽ അറിയിക്കണം, അല്ലെങ്കിൽ കൊലപാതകത്തിന് പിടിച്ച് അകത്തിടും. അതിന് നമ്മളാരും ഒന്നും ചെയ്തില്ലല്ലോ, കത്രീന പറഞ്ഞു. നേരം നന്നായി പുലർന്നു. വിവരമറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി. തുറക്കാരുടെ നേതാവ് ആൽഫ്രഡ് വരുന്നത് കണ്ട് എല്ലാവരും വഴിമാറി നിന്നു. ആന്റണി, എന്താടാ ഉണ്ടായത്?
നീ ആ പെണ്ണിനെ വല്ലതും കാണിച്ചോ? കർത്താവാണ്, എനിക്കൊന്നും അറിയില്ല. നിന്റെ സ്വഭാവം വെച്ച് നോക്കിയാ അതല്ല, അതിലപ്പുറവും ചെയ്യും. ഇച്ചായൻ രാത്രി പോയിട്ട് രാവിലെയാ വന്നത്. ചേച്ചിയുടെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ചേച്ചിക്ക് ജീവനില്ല. കത്രീന ഉണ്ടായത് ഒരിക്കൽ കൂടി വിവരിച്ചു. ആൽഫ്രഡ് അകത്തു കയറി. കട്ടിലിൽ മലർന്നു കിടക്കുന്ന സ്റ്റെല്ല. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആന്റണി, ആലോചനയോടെ ആൽഫ്രഡ് പറഞ്ഞു. കിട്ടിപ്പോയി. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഇവളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു കൊലപാതക കേസിൽ പോലീസ് തേടുന്ന സീരിയൽ നടിയാണിവൾ. അത് കേട്ട് ആളുകൾ ഞെട്ടിപ്പോയി. സത്യം പറയടാ, ഇത് നിന്റെ ബന്ധുവാണോ? ആൽഫ്രഡ് ആന്റണിയുടെ ഷർട്ടിന് പിടിച്ചു വലിച്ചുകൊണ്ട് തിരക്കി. ജോസഫേട്ടാ, പോലീസിലിറക്കി. അവര് വരുമ്പോ ഇവൻ സത്യമെല്ലാം പറയും. തുറയുടെ മാനം കളയാനുണ്ടായ കഴിവേറി. ഇവൻ രക്ഷപ്പെടാതെ നോക്കിക്കോ. ആൽഫി, രക്ഷിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആന്റണി കൈകൂപ്പി. പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ട് തീ പിടിച്ച കണ്ണുകളോടെ കത്രീന ആന്റണിയെ നോക്കി. നിന്നെ എനിക്ക് വിശ്വാസമില്ല ആന്റണി. രക്ഷപ്പെടാൻ നീ പല കളവും പറയും. പോലീസ് വരട്ടെ, നേരും നുണയും അവര് കണ്ടെത്തിക്കോളും. അരമണിക്കൂറിനുള്ളിൽ CI ജയശങ്കറും സംഘവും കടപ്പുറത്തെത്തി. ആന്റണി, നിന്നെ തേടി നടക്കുകയായിരുന്നടാ ഞാൻ. ജയശങ്കർ അവന്റെ കരണത്തൊന്ന് പൊട്ടിച്ചു. നിന്റെ ഗോഡ് ഫാദർ ഇല്ലേ ഡിസിൽവ, നിന്നിലൂടെ വേണം എനിക്ക് അവനിലേക്ക് എത്താൻ. ഇവൻ പിടിച്ച് ജീപ്പ് കയറ്റ്. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. CI ജയശങ്കറിന്റെ മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ആന്റണിക്ക് കഴിഞ്ഞില്ല. അതുവരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ആന്റണി പറഞ്ഞു. മതിയടാ, എനിക്ക് ഇത്രയും മതി നിന്റെ മറ്റവനകത്താക്കാൻ. അശോക് വർമ്മയ്ക്ക് ബോധം വീണു. ആദ്യമേ തിരക്കിയത് സുഷമയെ കുറിച്ചാണ്. മോക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീലത വർമ്മയെ ആശ്വസിപ്പിച്ചു. അവൾ എവിടെ? ഹോസ്പിറ്റലാണോ? അല്ല, വീട്ടിലേക്ക് പോയി. സമാധാനായി. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വർമ്മയെ വാർഡിലേക്ക് മാറ്റി. 2 ദിവസം കഴിഞ്ഞു. CI ജയശങ്കർ ഹോസ്പിറ്റലിലെത്തി. ആയുസിന്റെ വലിപ്പം കൊണ്ടാടോ ഞങ്ങൾ രക്ഷപ്പെട്ടത്. തന്നെ ടിപ്പർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആരാ? കാർലോസ് ആണോ? അല്ല, ആന്റണി എന്നൊരു ഗുണ്ടയാ. കൊട്ടേഷനാണ് മെയിൻ ജോലി. അവനെ അയച്ചത് ഡിസിൽവയാണ്, തന്നോടുള്ള പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി. വർമ്മ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. മുകളിലിരിക്കുന്നവൻ വിചാരിക്കാതെ ഇവനെയൊന്നും എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ. ഡിസിൽവയെ പൊക്കാൻ ആവശ്യത്തിനുള്ള തെളിവൊക്കെ തനിക്ക് കിട്ടിയില്ലേ? കിട്ടിയോടോ, പക്ഷെ വിവരം മണത്തറിഞ്ഞ് അവ മുങ്ങിയിരിക്കുക. ആ ജഗജീവന്റെ താവളങ്ങളിൽ എവിടെയെങ്കിലും കാണും. രണ്ടാളും കള്ളക്കടത്ത് രംഗത്തെ രാജാക്കന്മാരാ. ജഗജീവൻ കുറച്ചു നാളായി ഫീൽഡിലില്ല. എന്റെ ആളുകൾ അവനെ ഓരോ മുക്കിലും മൂലയിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ, അവനൊരു ഫാം ഹൗസ് ഉണ്ട്. ചിലപ്പോ അവിടെ കാണാൻ സാധ്യതയുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം. ഡിസിൽവയെ പിടികൂടുന്നതിന് മുമ്പ് ഒരുത്തിനെ കൂടി പൊക്കാനുണ്ട്, കാർലോസിനെ. അവനും ചിലപ്പോ ഡിസിൽവയുടെ താവളത്തിൽ തന്നെ ഉണ്ടാവും. എങ്കിൽ ഒരു വെടിക്ക് 2 പക്ഷി. ഞാൻ ഇറങ്ങട്ടെ. ജയശങ്കർ എണീറ്റു. സുഷമേ, നിനക്ക് ചോറ് വേണ്ടേ? സുനിത അനിയത്തിയെ വിളിച്ചു. ഞാൻ സുഷമയല്ല, എന്റെ പേര് ശ്യാമയെന്നാ, അവൾ പറഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.